എടാ നിനക്കൊക്കെ അറിയാമോ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട്? എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് നീ കാരണം നിനക്കൊക്കെ അറിയാമോ? ഇത് ആരെക്കുറിച്ചാണെന്ന് അറിയാമോ? നമ്മൾ പണിക്ക് വിളിക്കുന്ന പണിക്കാരെ പറ്റിയാണ് പറയണത്. നമ്മളൊരു വീട്ടിൽ വർക്ക് പിടിച്ചിട്ട് ഇന്ന് വരാം നാളെ വരാമെന്ന് പറയുമ്പോൾ നമ്മുടെ പണിക്കാരെ കണ്ടുകൊണ്ടാണ് നമ്മളിത് പറയണത്. എന്നിട്ട് അവന്മാർ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ തോറ്റുമോ എന്ന് വിചാരിച്ചാ? നമ്മൾ തോക്കൂല. പണി അറിയാവുന്നതും തോക്കൂല. അത് ചെറിയ പണിയല്ല വലിയ പണിയല്ല, എന്ത് പണിയായാലും തോക്കൂല. അപ്പോൾ അതെ, എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ സ്വാഗതം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടില്ലേ? എൻ്റെ പോലെ വെൽഡിംഗ് വർക്ക് കരാറെടുത്ത് ചെയ്യുന്ന ഒരു മിക്കവർക്കും ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണത്. അതായത് പറഞ്ഞ സമയത്ത് പണിക്കാർ വന്നില്ലെങ്കിൽ നമ്മൾ വീട്ടുകാരും വലിയ നാണം കെടും. പുതിയൊരു പയ്യനാണ് കണ്ട, അവന് വെൽഡിങ് അറിയില്ല, പക്ഷെ എങ്കിലും അവനത് അടിക്കാൻ വേണ്ടി ശ്രമിക്കണുണ്ട്. അതെ, വെൽഡിംഗ് രാട് കയറി പിടിച്ചിട്ട് ചെരുപ്പ് വെച്ചാൽ അടിച്ച് കളയും. പാവം, പണി പഠിച്ചതിനുള്ളൂ. പക്ഷെ ഉണ്ടല്ല, അവന് പണിയെടുക്കാനുള്ള മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അതുപോലുള്ള 1-2 പേര് കൂടെ മതി. വെൽഡിങ് അറിയണമെന്നില്ല, അത്യാവശ്യം പണിയെടുക്കാനുള്ള ഒരു മനസ്സുള്ള 1-2 പേര് കൂടെ ആണെങ്കിൽ എത്ര വലിയ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് ഒരു ചെറിയ വർക്കാണ് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഫ്രണ്ടിലടിച്ചാണ് ലാറ്റസ് ഒരു 11 മീറ്ററോളം ലെങ്ത് ഉണ്ട്. ഈ 11 മീറ്റർ ലെങ്ത്തിൽ ഒട്ടും ബെൻഡാവാത്ത രീതിയിൽ സിക്സാഗ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് കേട്ടോ. എക്സ്പീരിയൻസ് ഉള്ള പണിക്കാരിക്കൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലാത്ത പുതിയ പണിക്കാരിക്ക് വേണ്ടി പറയുന്നതാണ്. ഇതുപോലെ ചില വീട്ടുകാർ പറയും രണ്ടറ്റത്ത് മാത്രം പോസ്റ്റ് ഇട്ടിട്ട് 11 മീറ്റർ 12 മീറ്റർ 10 മീറ്റർ ലെങ്ത്തിലൊക്കെ സെൻറ്ററിൽ പോസ്റ്റ് വരാതെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒട്ടും ടെൻഷൻ ആവണ്ട. ഇതുപോലെ 3 ട്യൂബ് അടിയിലും മുകളിലും കൊടുത്തിട്ട് സിക്സാഗ് അടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തരി പോലും ബെൻഡാവാതെ നിന്നോളൂട്ടാ. ഇന്ന് ഇവനെ വെൽഡിങ് പഠിപ്പിച്ചിട്ട് ബാക്കി കാര്യം എന്നുള്ള വാശിയിലാണ്ടേ. എടാ ഇതൊന്നും പല്ലൊന്നും കാണിച്ചടാ. നീ വെൽഡ് ചെയ്യുമ്പോ സ്റ്റാറ്റസ് വെച്ച് കമ്പിയും ഇരുന്നാണ്ടല്ല നിനക്ക് ചെയ്യേണ്ടി വരും കേട്ടാ. ആ അതിന്റെ നിപ്പ് ശരിയല്ലായിരുന്നു. അതാ ഇപ്പൊ കറക്റ്റ് ഇപ്പൊ റെഡിയായി. ഇനിയാണ് മോനെ കളി വരാൻ പോണേ. ഇത് ഞാൻ അവനെ കളിയാക്കണമെന്നല്ല കേട്ടാ. നമ്മളൊരു അവസരം കൊടുക്കുമ്പോഴല്ലേ ഓരോരുത്തർ പണി പഠിക്കണം. പുതിയ പയ്യനാണ്, പക്ഷെ അവൻ ഇന്ന് തന്നെ വെൽഡിങ് പഠിച്ചിരിക്കും. അതുപോലെ താഴത്ത് നോക്കി ഓർത്തും ചിരിക്കണേണ്ട. അവൻ്റെയും അവസ്ഥ ഇതൊക്കെ തന്നെ ഉണ്ടാ. പക്ഷെ നമ്മൾ അവനെയും വെൽഡിങ് പഠിപ്പിച്ചിട്ട് ഇവിടെ നിറക്കോളൂ. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരു കമൻറ്റും തരാൻ മറക്കരുത് കേട്ടോ. കൂടെ ഒരു ലൈക്കും തന്നേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് വെൽഡിങ് അറിഞ്ഞൂടാന്നുള്ളൊരു കുറവ് മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും അളവെടുക്കാനും കട്ട് ചെയ്യാനും ഒക്കെ നല്ല അറിവും നല്ല മൂളുള്ള ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ പണി ഒറ്റ ദിവസം കൊണ്ട് തീർന്നതും.